തിരുവോണം തന്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണാൻ ദിവസങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പിനൊടുവിൽ മഹാബലി ചക്രവർത്തി കേരളത്തിലെത്തുന്ന ദിവസം. സഹ്യന്റെ താഴ്വരയിൽ അറബിക്കടലിന്റെ മാനസപുത്രിയായി പച്ചവിരച്ചു കിടക്കുന്ന ഈ ഭൂപ്രദേശത്തിനും ഇവിടുത്തെ നിവാസികൾക്കും കാലപ്രവാഹത്തിൽ രൂപഭാവങ്ങളിൽ ഏറെ മാറ്റങ്ങൾ വന്നെങ്കിലും മാവേലി വലിയ പ്രതീക്ഷയോടെയാണ് ഇന്നും കേരളത്തിലെത്തുന്നത്. ഓണക്കാഴ്ചകളിലേക്ക് जल्दी जल्दी कर ला। और दूसरा जगह में जाने का है, मालूम है तुमको? हाँ मालूम है यार। 10 बज गया। हाँ ये काम आज ही मिलेगा, दूसरा दिन नहीं मिलेगा। ओ यार किरकिर नहीं करो, हो जाएगा। अरे वो लाल वाला उधर नहीं है, इधर ही डालो ना। तुमको बोलता इधर ही डालो, इधर ही है यार। ज्यादा गिरगिरी नहीं करो। ये मालवाड़ी लोग है ना, इधर कुछ काम नहीं करेगा। ये लोग दुबई जाएगा तो पूरा काम करेगा, वो मालूम है। हेलो के लिए हमारा दुबई इधर है। वही है ना മനോജ്, ഹാപ്പി ഓണം. ഞാനൊരു അരമണിക്കൂർ കൊണ്ട് വരും കേട്ടാ. സെറ്റപ്പ് എല്ലാം റെഡി അല്ലേ? हाँ अरे अभी तक नहीं हुआ क्या? तुम लोग क्या करते हैं? ഹലോ രണ്ട് ബംഗാളികളെ പൂടാൻ കിട്ടീനെ, അവരോട് പറഞ്ഞാണ്. ये इतना छोटा हो गया यार, मैं 1 मीटर का बोला, अभी आधा मीटर है. ये छोटा नहीं है, देखो ना। नहीं चेक करो अभी. मीटर नहीं, क्या हुआ? मीटर पकड़ो इधर। नहीं देखो लाल वाला मैं इधर बोला है, तो उधर क्यों डाला है? यार साहब वो ऐसा हमको दूसरा भी जगह जाना है। ओके चलो, अभी मैं 500 बोला, 600. वो ऐसा नहीं करो, 600 बोला साहब। नहीं मैं 400 दे सकते अभी. वो ठंडा पीने के लिए कुछ भी दे दो साहब। ओके ठीक है, 500 लेके जाओ, जल्दी जाओ, मेरे को थोड़ा काम है अभी. चलो ठीक है, 400 चलेगा यार। क्या आदमी है यार सब। अरे 1 मिनट यार, एक फोटो खींच के जाएगा हम लोग. अच्छा टाइम भी नहीं। इधर बैठेगा मैं. ओके ऐसा. ओके चलो जल्दी जाओ, मेरे को थोड़ा काम है. उधर कितना है? 250. ये 100 देगा तुमको? क्या है क्या करते हैं? മൈക്കളായി. ആരാ? എന്ത് വേണം? രാവിലെ വേറൊരു ആൾക്കാർ വന്ന് പോയതാണല്ലോ, ഇതേതാ പുതിയൊരു ടീം? എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ, പെട്ടെന്ന് പോയിക്കോളൂ. ഇതാ ഏതായാലും വന്നതല്ലേ, ഇത് വെച്ചോ. വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട, എന്നാ പെട്ടെന്ന് സ്ഥലം കാലിയാക്കാൻ നോക്ക്. ആ ഏതായാലും വന്നതല്ലേ, ഒരു ഫോട്ടോ എടുത്തിട്ട് പോയാലോ, ഒരു സെൽഫി ആയാലോ. ചിരിക്കടോ ഒന്ന്. ആ എന്താ ഫോട്ടോ, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യണോ? ഷെയർ ചെയ്യാം. ഞാനിതിന്റെ കവർ ഫോട്ടോ ആക്കാൻ പോവുകയാ, ഒരു 200 ലൈക്കെങ്കിലും എനിക്ക് കിട്ടും. എന്നാ പെട്ടെന്ന് സ്ഥലം കാലിയാക്കട്ടോ. ആ എന്റെ പ്രജകളൊന്നും എന്നെ തിരിച്ചറിയുന്നില്ലല്ലോ. എന്തൊരു മാറ്റം! എന്തൊരു ചൂട്, എന്തൊരു ചൂട്!
ഒറ്റ ദിവസം ഒന്നും മഴയില്ലാണ്ടിരിക്കുമ്പോഴേക്ക് എന്തൊരു ചൂട്. അല്ല, ഇതാരാ ഇവിടെ ഇങ്ങനെ പരിങ്ങി നടക്കുന്നത്? ഞാൻ മാവേലിയാണ്. ഏതായാലും വേഷം അടിപൊളി ആയിട്ടുണ്ട്. എവിടുന്ന് സംഘടിപ്പിച്ചു? വല്ല ഘോഷയാത്രയും കഴിഞ്ഞ് വരുന്ന വഴിയായിരിക്കും അല്ലേ? ഒരു മാവേലിയുടെ ലുക്ക് വന്നിട്ടുണ്ടല്ലേ? അല്ല മകനെ, ഞാൻ ശരിക്കും മാവേലിയാണ്. നിങ്ങളുടെ ഓണസങ്കല്പങ്ങളിലെ മാവേലി. ശരിക്കും എനിക്കങ്ങോട്ടേക്ക് വിശ്വാസം വരുന്നില്ല. എന്നാ പിന്നെ ഒരു വരം തരാൻ പറ്റുവാ? പച്ചവെള്ളത്തിന് പെട്രോൾ ഉണ്ടാക്കാൻ പറ്റുവാ? ഇല്ലേ? ആകാശത്തുനിന്ന് ഒരു കുപ്പി സ്കോച്ച്, രണ്ടായാലും കാശാന്ന്. എവിടെ എന്റെ പ്രജകൾ? ആരെയും കാണുന്നില്ലല്ലോ. അത് പിന്നെ മാഷേ, മാവേലി, നമ്മുടെ നാടിന്റെ അവസ്ഥയാകെ മാറി. ഓണസദ്യ അത് പാർസല് കിട്ടും. പിന്നെ പൂക്കളം അത് കരാറടിസ്ഥാനത്തിൽ ബംഗാളികൾ ചെയ്തോളും. വീട്ടിലൊക്കെ പ്രായമുള്ള ആൾക്കാരാ. ഒരുവിധം നല്ല ചെറുപ്പക്കാരൊക്കെ അങ്ങ് ഗൾഫിലാ. പിന്നെ ഒരു പണിയും ചെയ്യാതെ നടക്കുന്ന വീട്ടുകാർക്കും നാട്ടുകാർക്കും കൊള്ളാത്ത ഇതാ ഒരു കൂട്ടരുണ്ട്. പിന്നെയുള്ളവരൊക്കെ ടിവിക്ക് മുന്നിലാ. സീരിയലുകളും റിയാലിറ്റി ഷോയും വെളിപ്പെടുത്തലും കീഴ്പ്പെടുത്തലുകളും ഒക്കെയായി കൃഷി ചെയ്യാൻ മടിയാ. ചളി പുരളാൻ ആർക്കും വയ്യ. അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷപ്പച്ചക്കറികൾ കഴിച്ച് ക്യാൻസർ രോഗികളാവാനാ അവരുടെ യോഗം. നായരെ, ഒന്നിങ്ങ് വാടോ. ഹലോ, ഒന്നിങ്ങ് വന്നിട്ട് പോടോ. നമുക്കൊന്ന് വിഷയം പറഞ്ഞിട്ട് ഓണായിട്ട് ഇവിടെ അല്ല, ഇതാരാ? ഇത് നമ്മുടെ മാവേലി. മാവേലിയാ? ഒറിജിനലാ. നായരെ, ഞാൻ നമ്മുടെ മാവേലിക്ക് ഇന്നത്തെ ഈ നാടിന്റെ അവസ്ഥ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. സെൽഫി പൊളിച്ചോട്ടാ. 400 ലൈക്കാ ഒരു മണിക്കൂറിനുള്ളിൽ കിട്ടേ. എന്റെ പൊന്നോ, എന്ത് ഇതൊക്കെയല്ലേ ഇവിടുത്തെ കാഴ്ചകള്. നിലാവത്തടിച്ചു വിട്ട കോഴികളെ പോലെ കുറെ മൊബൈലുകാര് സെൽഫി വടിയും കുത്തി നടക്കുന്ന യൗവനം. ചുരുക്കി പറഞ്ഞാലേ, ഗൾഫിൽ നമ്മുടെ കുട്ടികൾ മാസാമാസം അയക്കുന്ന കാശ് കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളിങ്ങനെ മുട്ടില്ലാതെ നടക്കുന്നു. പിന്നെ കുറെ ആൾക്കാരെ കാണണമെങ്കിൽ അങ്ങ് ആശുപത്രിയിലോ വൃദ്ധസദനങ്ങളിലോ പോണം. എലക്ഷൻ ആയതുകൊണ്ട് കുറച്ച് രാഷ്ട്രീയക്കാരെ കാണാം. ഈ എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അവനെയും കാണൂല. ഒരു കാര്യം പറയാം, ഈ വേഷവും ആഭരണങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ നിന്നാലേ മൊത്തത്തിൽ ആരെങ്കിലും അടിച്ചോണ്ടു. പോലീസ് നോക്കി അല്ല പീഡന കേസിൽ പ്രതിയാക്കും. മനുഷ്യർക്കൊന്നും ഇവിടെ ഒരു വിലയില്ല. അതെ അതെ അതെ, വല്ല പട്ടിയോ പോത്തോ മറ്റാണെങ്കിൽ ചോദിക്കാൻ പറയാൻ ആണെങ്കിലും ഉണ്ട്. അതെന്താ അവിടെ ഒരു ആൾക്കൂട്ടം? വല്ല ആഘോഷവുമാണോ? അതാ, അത് നമ്മുടെ ബിവറേജസിന്റെ മുന്നിലുള്ള ക്യൂവാ. മലയാളികള് ക്ഷമയോടെ വിനയാന്വിതനായി നിൽക്കുന്ന ഏക സ്ഥലം. പിന്നെ ഒരു കാര്യം, അങ്ങക്ക് ശരിയായ ഓണവും നല്ല മലയാളികളെയും കാണണമെങ്കിൽ അങ്ങ് ഗൾഫിൽ പോയാ മതി.
അങ്ങനെയൊക്കെ ആകുമ്പോ പാസ്പോർട്ടും വിസേന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ലല്ലോ. നമ്മുടെ സംസ്കാരവും പൈതൃകവും ഒക്കെ കാത്തു സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇവിടെ പ്രവാസി മലയാളികളാണ്. എന്നാലും എന്റെ നാട്ടിൽ വന്നിട്ട് ആരെയും കാണാതെ. അതൊന്നും സാരമില്ല. സത്യം പറഞ്ഞ ഇവിടുത്തെ സാധാരണക്കാർ മുതൽ ഒന്നും ചെയ്യാതെ അർമാദിച്ച് നടക്കുന്ന ജനസേവകർ വരെ നമ്മുടെ പ്രവാസികൾ അയക്കുന്ന പണം കൊണ്ടാ ജീവിച്ചു പോണത്. അതുകൊണ്ട് അങ്ങ് ആദ്യം കാണേണ്ടത് അവരെയാണ്. എന്നാൽ അങ്ങനെ ആവട്ടെ. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഗാന്ധി രാഘവൻ മാഷ് ഇപ്പൊ ദുബായിലുണ്ട്. ഓള് വിസിറ്റിംഗ് വിസ കൊണ്ടുപോയതാ. അങ്ങ് നേരെ പോയി മാഷ കണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയാവും. ശരി, അങ്ങേക്കൊരു കൂട്ടുപോകും. ശരി. അല്ല രാമാട്ടാ, ഇനി ഇത് ഒറിജിനലി ആണോ? കേരളത്തിലെ തികച്ചും നിരാശപ്പെടുത്തിയ അനുഭവങ്ങൾക്ക് ശേഷം മാവേലി ഗൾഫിലേക്ക് യാത്ര തിരിച്ചു. ഗൾഫ് നാടുകളിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ വസിക്കുന്ന UAE-യിലേക്കാണ് മാവേലി എത്തുന്നത്. മണലാരണ്യത്തിന്റെ പരിമിതികൾക്കുള്ളിലും മനോഹരമായ പൂന്തോട്ടങ്ങളും ലോകത്തിൽ തന്നെ ഏറ്റവും ഗുണമേന്മയുള്ള റോഡുകളുമൊക്കെയായി തലയുയർത്തി നിൽക്കുന്ന ദുബായ് നഗരത്തിലേക്കാണ് ആദ്യ സന്ദർശനം. ഒരുപക്ഷെ ഏറ്റവും ആദ്യത്തെ പ്രവാസി എന്നുകൂടി വിളിക്കാവുന്ന നമ്മുടെ മാവേലി അങ്ങനെ മലയാളികളുടെ ജന്മഭൂമിയിൽ നിന്നും കർമ്മഭൂമിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. ദുബായിലെ ഓണക്കാഴ്ചകളിലേക്ക്. ഓണായിട്ട് ഇവിടെ കുട്ടികൾ അടിപിടിയാണോ? നല്ല സദ്യ കഴിക്കുന്നല്ലോ ഓണം. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഓണപ്പാട്ടൊക്കെ പാടി കളിക്കുന്നതല്ലേ മാഷേ ഓണം? ഇതൊന്നുമല്ല ഓണം. എന്നാ ഇതെല്ലാം ആണ് താനും. മഹാബലി ചക്രവർത്തി ആണ്ടിലൊരിക്കൽ തന്റെ പ്രജകളെ കാണുവാൻ കേരളത്തിലെത്തുന്ന ദിവസമാണ് മലയാളികൾ തിരുവോണമായി ആഘോഷിക്കുന്നത്. പണ്ട് എല്ലാവരെയും ഒന്നായി കണ്ട് നാടിന് നന്മയും ഐശ്വര്യവും വരുത്തി നാട് ഭരിച്ച മഹാബലി തമ്പുരാന്റെ ജനപ്രീതിയിൽ അസൂയ പൂണ്ട ദേവലോകം അദ്ദേഹത്തിന്റെ ധർമ്മനിഷ്ഠതയെ മുതലെടുത്ത് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. കൂട്ടത്തിൽ ആണ്ടിലൊരിക്കൽ ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം തന്റെ പ്രജകളെ വന്ന് കാണുവാനുള്ള അനുവാദവും നൽകി. അതാണ് ഇന്നത്തെ തിരുവോണ ദിവസം. വരുമെന്നാണ് വിശ്വാസം. നമുക്ക് കാത്തിരിക്കാം. ഒരുമയുടെയും സൗഖ്യത്തിന്റെയും ആ നല്ല നാടിൻ ഓർമ്മകളാണ് ഓണത്തിന്റെ പുറകിലുള്ളത്. ഓണം മഹാബലി തമ്പുരാൻ നമുക്ക് നൽകിയ ആ നല്ല കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. മനസ്സിലാവുന്നുണ്ടോ? ആഡംബരങ്ങളുടെ വർണ്ണപ്പകിട്ടല്ല, മറിച്ച് പരസ്പര സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും നല്ല നാളേക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാവണം ഓണം.
ആ കാത്തിരിപ്പിന്റെ ആഘോഷമാവണം ഓണം. മനസ്സിലായോ? ആട്ടെ, ഈ കൂട്ടത്തിൽ ആരാ ഒരു നല്ല ഓണപ്പാട്ട് പാടുന്നത്? മിടുക്കി. എന്താ നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാലോ? ഒന്ന് പാടിക്കേ. മാവേലി നാടും വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തും ആർക്കുമുട്ടില്ലതാനും ആദികൾ വ്യാധികൾ ഒന്നുമില്ല ബാലമരണങ്ങൾ കേൾക്കാനില്ല ദുഷ്ടരെ കൺകൊണ്ടും കാണുവാനില്ല. ആരോ വരുന്നു. ആരാ അത്? ആഹാ, നമ്മുടെ മാവേലി തമ്പുരാനാണല്ലോ. വന്നാട്ടെ, നമുക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാം. വന്നാട്ടെ. ഞാൻ കേരളത്തിൽ നിന്നും വരികയാണ്. ഗാന്ധി രാഘവൻ മാഷല്ലേ? അതെ, സന്തോഷമായി. നമ്മുടെ ഭാഗ്യം. നമുക്ക് തപസ്സിന്റെ ഓണാഘോഷം അവിടെ നടക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാം. ശരി. അവിടെ പോയാൽ എല്ലാവരെയും കാണുകയും ചെയ്യാം. നല്ല ഒരു സദ്യയുമാവാം. ഒന്നാട്ടെ. ഓണക്കാഴ്ചകൾ ഇവിടെ നടുവില്, നടുവില്,